പൊന്നാനി നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി മനീഷ് ജനകീയം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറും റിട്ടേണിംഗ് ഓഫീസറുമായ രമേശിന്റെ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. NDA നേതാക്കന്മാരായ നിയോജകമണ്ഡലം കൺവീനർ ചക്കൂത്ത് രവീന്ദ്രൻ, ഇൻചാർജ് PC നാരായണൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസാദ് പടിഞ്ഞാക്കര, BDJS ജില്ലാ സെക്രട്ടറി പ്രജിത്ത്, പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് KP മണികണ്ഠൻ, ചങ്ങരംകുളം മണ്ഡലം പ്രസിഡന്റ് അനീഷ് മൂക്കുതല, BDJS പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് സോമസുന്ദരൻ തുടങ്ങിയ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരും സംബന്ധിച്ചു. പ്രചരണം വലിയ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ നടത്തിയിട്ടുള്ള ഈ ഭരണത്തിനെതിരെയുള്ള വലിയ വികാരം കേരളത്തിലുണ്ട്. അത് പൊന്നാനി മണ്ഡലത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പൊന്നാനി ജനതയ്ക്ക് ഇതുവരെ വികസനം എന്തെന്ന് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നമ്മൾ നാഷണൽ ഹൈവേയുടെ NH ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുമ്പോൾ പല പ്രദേശങ്ങളിലും ഇവിടെ നിയമസഭ അംഗമായിട്ടുള്ളതും അല്ലെ ലോകസഭാ അംഗമായിട്ടുള്ള പ്രതിനിധികൾ ഇവിടെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അതത് സമയത്ത് ഭരണാധികാരിയുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരി വർഗത്തിൻ്റെ കയ്യിലോ എത്തിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് ജനമനുഭവിക്കുന്ന ദുരിതങ്ങളുണ്ട്. അതൊക്കെ പരിഹാരം കാണാൻ ആവശ്യമായ നടപടികളും അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനുൾപ്പെടെ ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അവരെ ഏറ്റവും പ്രയാസപ്പെട്ടവരെ അവർക്ക് രണ്ട് പ്രദേശത്ത് പോകുമ്പോൾ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ തിരൂർ റെയിൽവേ അതിൻ്റെ വികസനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വലിയ നിലയിലെ വികസനം, കേന്ദ്രത്തിൻ്റെ വലിയ വികസനം ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് കേരളത്തിലും അതുപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിലുമൊക്കെ വലിയ നിലയിൽ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതൊന്നും ജനങ്ങൾക്ക് ഇടയിൽ എത്തിക്കാതിരിക്കാനുള്ള നിലപാടാണ് ഇതുവരെ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത്, ഇവിടെ ജയിച്ചു വന്നവർ ചെയ്തിട്ടുള്ളത്.